ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുനാളുകളുടെ തിരുനാളായ ഉയർപ്പ് തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ ഏവർക്കും ഏറെ സ്നേഹത്തോടെ സന്തോഷപൂർവ്വം ആശംസിക്കുന്നു. ഉയർപ്പ് തിരുനാൾ മറ്റെല്ലാ തിരുനാളുകളുടെയും അടിസ്ഥാനമാണ്. ക്രിസ്ത്യ വിശ്വാസത്തിന്റെ അടിസ്ഥാന ശിലയാണല്ലോ ഈശോയുടെ ഉയർപ്പ്. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ വിശ്വാസവും പ്രസംഗവും എല്ലാം വ്യർത്ഥം. നമ്മൾ വിശ്വസിക്കുന്നു ഈശോയുടെ ഉയർപ്പിൽ. യേശുനാഥന്റെ ഉയർപ്പ് പല സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. നന്മയ്ക്കാണ് തിന്മയേക്കാൾ ശക്തിയെന്ന്, സ്നേഹത്തിനാണ് വിദ്വേഷത്തെക്കാൾ ശക്തിയെന്ന്, ജീവനാണ് മരണത്തെക്കാൾ ശക്തിയെന്ന്, കല്ലറയിൽ അവസാനിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതമെന്നും, മനുഷ്യ ചരിത്രത്തിന്റെ അവസാനം കുറിക്കുന്ന കല്ലറ പുതുജീവിതത്തിന്റെ ആരംഭം അടയാളപ്പെടുത്തുന്ന ഇടം കൂടെയാണെന്ന് സുവിശേഷത്തിലെ ഉത്ഥാന വിവരണത്തിൽ നമ്മൾ കാണുന്നു. ശൂന്യമായ കല്ലറ. സ്ത്രീകൾ, ദൂതൻ പറയുന്നു ഭയപ്പെടേണ്ട. ഉദ്ധിതൻ പറയുന്നതും ഭയപ്പെടേണ്ട എന്നാണ്. യേശു സാന്നിധ്യത്തിന്റെ വലിയൊരു പ്രത്യേകത അവിടെ ഭയമില്ല എന്നുള്ളതാണ്. സമാധാനമുണ്ട്. ഉദ്ധിതന്റെ ആശംസ നിങ്ങൾക്ക് സമാധാനം. ഇന്ന് പലരുടെയും സാന്നിധ്യം ഭയം, അസ്വസ്ഥത ജനിപ്പിക്കുന്നു. കുടുംബത്തിൽ, സമൂഹത്തിൽ സമാധാനമില്ല. പലപ്പോഴും എന്തെല്ലാം ഉണ്ടായാലും സമാധാനമില്ലെങ്കിൽ ജീവിതം എത്രയോ വേദനാജനകമാണ്. ലോകം സമാധാനത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്നു. രണ്ടു തരം സമാധാനമുണ്ട്. ലോകം തരുന്നത്, മറ്റൊന്ന് ദൈവം തരുന്നത്. ലോകം തരുന്നത് സാഹചര്യമനുസരിച്ച് ആണ്. ദൈവം തരുന്ന സമാധാനം സാഹചര്യങ്ങൾക്ക് അതീതമാണ്. സുവിശേഷത്തിൽ യേശുവും ശിഷ്യന്മാരും തോണിയിൽ യാത്ര ചെയ്യുന്നു. കടൽ ശാന്തം, ശിഷ്യരുടെ മനസ്സ് ശാന്തം. കൊടുങ്കാറ്റുണ്ടായി, പരിഭ്രമം. ദൈവം ഏതൊരു സാഹചര്യത്തിലും പ്രതീക്ഷ നൽകുന്ന സമാധാനമാണ്. സ്നേഹമുള്ളവരെ, നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ യേശു ഇനിയും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ? യേശുനാഥൻ ഉദ്ധിതനായി എന്നതിന് തെളിവ് ശൂന്യമായ കല്ലറയോ പ്രത്യക്ഷപ്പെടലുകളോ അല്ല. അത് ചരിത്ര സത്യങ്ങളാണ്. നാം ഓരോരുത്തരും നമ്മുടെ കുടുംബം, ജീവിതം, സമൂഹം ഇതിന് ഉദ്ധിതനായി യേശു നൽകുന്ന സമാധാനം അനുഭവിക്കുന്നവരും ഏത് മൂല്യങ്ങൾ, ആദർശങ്ങൾക്ക് വേണ്ടി യേശുനാഥൻ നിലനിന്നുവോ ആ മൂല്യങ്ങളിലും ആദർശങ്ങളിലും ജീവിക്കുന്നവരായി നമ്മൾ മാറണം. സമാധാനമില്ലാത്തവൻ അസ്വസ്ഥതകൾ മറ്റുള്ളവർക്കും ജീവിക്കുന്ന ഇടങ്ങളിലും എല്ലാവർക്കും അസ്വസ്ഥതകൾ സൃഷ്ടിക്കും. ഈശോയുടെ കല്ലറയെങ്കിൽ പോയ ഭക്തസ്ത്രീകളുടെ ഏറ്റവും വലിയ ആകുലത കർത്താവിന്റെ കല്ലറയ്ക്ക് മുകളിൽ വെച്ച കല്ല് ആര് എടുത്തു മാറ്റും എന്നുള്ളതായിരുന്നു. എന്നാൽ അവർ കണ്ടത് കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, മനുഷ്യ ജീവിതത്തിൽ മനുഷ്യനെ തന്നെ ഉരുട്ടി മാറ്റുവാൻ പറ്റാത്ത ഒരുപാട് കല്ലുകളുണ്ട്. മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹിച്ചിട്ടും അതിന് സാധിക്കാത്തവർ, ജീവിതത്തിലെ താളപ്പിഴകൾ തിരുത്തണമെന്ന് ആഗ്രഹിച്ചിട്ടും അതിന് കഴിയാത്തവർ, കുടുംബങ്ങൾ മൂല്യങ്ങളും സംസ്കാരവും സംയമനവും ആദരവും പകർന്നു കൊടുക്കുന്ന പാഠശാല ആകണമെന്ന് ആഗ്രഹിച്ചിട്ടും അതിന് സാധിക്കാത്തവർ, എളിമയും വിനയവും ജീവിതത്തിൽ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും അതിന് കഴിയാത്തവർ, കരുണയുടെ ഭാവം ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ചിട്ട് പരാജയപ്പെട്ടവർ, നന്മയിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും അതിന് സാധിക്കാത്തവർ. ഇന്നത്തെ സമൂഹം കരയുന്നവരുടെ ഒരു ലോകമായി മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കുക. സംതൃപ്തി പുറമെ, എന്നാൽ മനസ്സ് തീച്ചൂളയുടെ നടുവിൽ. ഈ ജീവിത അനുഭവങ്ങളിലും പരാജയങ്ങളിലും എല്ലാം നിരാശപ്പെടാതെ മുന്നേറുവാൻ ഈ ഉയർപ്പ് തിരുനാൾ നമുക്ക് പ്രത്യാശ നൽകുന്നുണ്ട്. ഉദ്ധിതനായ ഈശോയോടൊപ്പം നാം പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. തീർച്ചയാണ്. ഇതിനായി എന്നിൽ ഒരു മരണവും ഒരു ഉയർപ്പും സംഭവിക്കണം. ഒരു നിലപാട് മാറ്റത്തിലൂടെ ജീവിതത്തിൽ ഞാൻ നിൽക്കുന്ന ഇടം ദൈവം വസിക്കുന്ന ഇടമാക്കി മാറ്റണം. അവിടം പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും ഇടമാക്കണം. അതാണ് ഉയർപ്പിന്റെ വഴിത്താരം. നമുക്ക് ഉദ്ധിതനായ ഈശോയിൽ വിശ്വസിക്കാം, ആശ്രയിക്കാം, അനുഗ്രഹീതരാകാം. ഏവർക്കും ഒരിക്കൽ കൂടി ഉയർപ്പ് തിരുനാളിന്റെ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുന്നു. ഉദ്ധിതനായ ഈശോ എന്നും എപ്പോഴും നമ്മോടുകൂടെ ഉണ്ടാകട്ടെ. എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.